ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്ത 6 MLA-മാരെ സ്പീക്കർ അയോഗ്യരാക്കി. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ചാണ് നടപടി. മറ്റ് കോൺഗ്രസ് MLA-മാർ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന് പിന്തുണ പ്രഖ്യാപിച്ചു. AICC നിയമിച്ച നിരീക്ഷകർ ഇന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്ക് റിപ്പോർട്ട് കൈമാറും. രാജ്യപ്രഖ്യാപനം മയപ്പെടുത്തിയെങ്കിലും മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മാറ്റണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിക്രമാദിത്യ സിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിക്രമാദിത്യ സിംഗിനെ മുഖ്യമന്ത്രിയാക്കാം എന്ന ഫോർമുലയാണ് ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ. നിതിൻ അംബുജനോട് നിതിൻ നിൽക്കുന്നത് ഷിംലയിലാണ്. നിതിൻ, അധികാര തർക്കമാണ്, അധികാര കൊതിയൊക്കെയാണ്. നമ്മളത് അതാദ്യമായി കാണുന്നതല്ല. അപ്പോൾ അധികാര കൊതിക്ക് ആനുപാതികമായ രീതിയിൽ തീരുമാനമുണ്ടായാൽ ആ കോൺഗ്രസ് സർക്കാരിനെ നിലനിർത്താൻ കഴിയും, കൂറുമാറ്റം അല്ലെങ്കിൽ മറുകണ്ഠം ചാട്ടം തടയാൻ കഴിയും എന്നതാണോ ഹൈക്കമാൻഡ് പ്രതീക്ഷ? ആ വഴിക്കാണോ ആലോചന? ഹാഷ്മി, അധികാര തർക്കം മൂലം മുൻപ് തന്നെ പല സംസ്ഥാനങ്ങളും കോൺഗ്രസിനെ കൈവിട്ടുപോയ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരമൊരു അനുഭവം കോൺഗ്രസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് ഹിമാചലിലെ സാഹചര്യം വളരെ വേഗത്തിൽ തന്നെ അത് പരിഹരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ഹൈക്കമാൻഡ് ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. നിരീക്ഷകർ ഇപ്പോഴും ഷിംലയിൽ തുടരുന്നുണ്ട്. MLA-മാരുമായും വിക്രമാദിത്യ സിംഗുമായും ഇപ്പോൾ നിരീക്ഷകർ ഇപ്പോൾ സംസാരിച്ചു വരികയാണ്. അങ്ങനെ ഉത്തരേന്ത്യയിലെ ഭരണത്തിലുള്ള ഏക സംസ്ഥാനത്തെ കൈവിടാൻ പരമാവധി നിലനിർത്താനുള്ളൊരു ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. അത് നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ആശ്വാസകരമായ നിലയിലാണ് ഉള്ളത്. അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം ബജറ്റ് സമ്മേളനത്തിലെല്ലാം തന്നെ അത് നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയതോടെ തന്നെ കോൺഗ്രസ് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മാത്രമല്ല 6 MLA-മാരെ ഇപ്പോൾ അയോഗ്യരാക്കിയിട്ടുണ്ട്. രജീന്ദ്ര റാണ, സുധീർ ശർമ്മ, ഇന്ദ്രദത്ത് ലഖൻപാൽ, ദേവേന്ദ്ര കുമാർ ഭൂട്ടോ, രവി ഠാക്കൂർ എന്നിങ്ങനെ 6 MLA-മാരെയാണ് ഇപ്പോൾ സ്പീക്കർ അയോഗ്യരാക്കിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഹിമാചൽ പ്രദേശ് നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ ഇപ്പോൾ 62 കുറഞ്ഞിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷം ഇതിനെ തന്നെ കോൺഗ്രസിന്റെ മറികടക്കുന്നുള്ള സംഖ്യ കോൺഗ്രസിനുണ്ട്. കാരണം 34 MLA-മാരുടെ വോട്ട് മനു അഭിഷേക് സിംഗിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ മറ്റ് ആശങ്കകളില്ല. പക്ഷേ BJP-യുടെ ഭാഗത്തും ഇപ്പോഴും കോൺഗ്രസിലുള്ള അസ്വസ്ഥരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം ചരടുവലികൾ നടക്കുന്നുണ്ട്. അത് പരമാവധി വേഗത്തിൽ തന്നെ പരിഹരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ വീണ്ടും ഒരു തിരിച്ചടിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ ഷിംലയിൽ തന്നെ തുടരുന്നു. ഇവരുമായി സംസാരിച്ചു വരുന്നു. ഇന്ന് രാവിലെ സുഖ്വീന്ദർ സിംഗ് സുഖുവുമായും 26 MLA-മാർ യോഗം ചേർന്നിരുന്നു. യോഗത്തിലടക്കം ഇപ്പോൾ MLA-മാർ സുഖ്വീന്ദർ സിംഗ് സുഖുവിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. 5 വർഷം സുഖ്വീന്ദർ സിംഗ് സുഖു തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും മറ്റ് ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളടക്കം വേഗത്തിൽ പരിഹരിക്കാനുള്ള നീക്കം നടക്കുകയാണ്. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിക്രമാദിത്യ സിംഗിനെ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ളൊരു ഫോർമുലയാകും മുന്നോട്ട് വയ്ക്കുക. അതിനോട് പ്രതിഭാ സിംഗും അല്ലെങ്കിൽ വിക്രമാദിത്യ സിംഗും ഏത് നിലയിൽ പ്രതികരിക്കുമെന്ന് ശ്രദ്ധേയമാകും. 2022 ഡിസംബർ 11-നാണ് സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിച്ചത്. അന്ന് തന്നെ പ്രതിഭാ സിംഗ് മുന്നോട്ട് വെച്ച നിർദ്ദേശം തന്നെ മുഖ്യമന്ത്രിയാക്കണം അല്ലെങ്കിൽ വിക്രമാദിത്യ സിംഗിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ്. പക്ഷേ അതിനോട് നേതൃത്വം വഴങ്ങിയില്ല. പിന്നീട് സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മുഖ്യമന്ത്രിയാക്കിയ ശേഷം സംസ്ഥാനത്തെ കോൺഗ്രസിൽ വലിയ തരത്തിലുള്ളൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം കണ്ടത്. വലിയ നാടകീയത സംഭവിച്ചിരുന്നു. അത്തരത്തിൽ കോൺഗ്രസ് നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ സർക്കാരിനെ തന്നെ നിലനിർത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന നിലയിൽ തന്നെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഷിംലയിൽ തുടരുന്നത്. അതോടൊപ്പം തന്നെ അതൃപ്തരായ MLA-മാരെ ഒപ്പം നിർത്താനുള്ള നീക്കം BJP-യുടെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. അയോഗ്യരായ MLA-മാർ ഇപ്പോൾ ഹരിയാനയിലെ പഞ്ച്കുളയിലാണ് ഉള്ളത്. ഹാഷ്മി. ഓക്കെ, നിതിൻ അംബുജനാണ്. എന്ന് പറഞ്ഞാൽ ആയാറാം ഗയാറാം രാഷ്ട്രീയം വളരെ സജീവമായി അങ്ങനെ തിടം വെച്ച് പ്രാപിക്കുന്നു. അപ്പോൾ അതിൽ ആണ് ഹിമാചൽ സർക്കാർ വീഴാൻ പോകുന്നു. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ആലോചന. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി വേണേൽ മാറ്റിക്കളയാം എന്നുള്ള ആലോചനയൊക്കെ ഹൈക്കമാൻഡ് എത്തുകയാണ്. കാത്തിരുന്ന് കാണാം.